ഹായ് ഫ്രണ്ട്സ്, സുനിൽ അഗ്രിടെക്സ് യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലോഗന്റെ തൈ മേടിച്ചിട്ടുണ്ട്. ലോഗൻ ഫ്രൂട്ട്സിന്റെ ഒരു തൈ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ തൈ നമ്മളൊരു 950 രൂപ കൊടുത്തിട്ട് ഒരു തൈ നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിയതാണ്. ഗ്രാഫ്റ്റ് തൈയാണ്. അപ്പോൾ അതൊരു 2-3 വർഷം കൊണ്ട് തന്നെ ഏകദേശം കായ്ക്കും. 3 വർഷം കൊണ്ട് തന്നെ കായ്ക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിത് ഒരു ടെറസിൽ വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു ക്യാനിൽ, അതായത് ഒരു ബാരലിലാണ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ ബാരലിൽ നമുക്ക് ഫ്രൂട്ട്സുകളൊക്കെ നടുകയാണെങ്കിൽ നമ്മളുടെ ടെറസിൽ സ്ഥലപരിമിതി ഉള്ളവർക്കൊക്കെ ടെറസിലൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 2-3 വർഷം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ അന്ന് ഫ്രൂട്ട്സ് പറിച്ചെടുത്ത് സ്വന്തമായിട്ട് കഴിക്കാൻ പറ്റുന്നതാണ്. നമ്മൾ വില കൊടുത്തിട്ട് ഈ വിഷമടിച്ച ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങി കഴിക്കുന്നതിന് പകരം സ്വന്തം വീട്ടിൽ തന്നെ നട്ട് സ്വന്തം കൈകൊണ്ട് പറിച്ച് എടുത്ത് തിന്നാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ ഈ ലോഗന്റെ ഫാമിലിയിൽപ്പെട്ടത് തന്നെ ലിച്ചിയും അതുപോലെ തന്നെ റംബുട്ടാനും നട്ടിട്ടുണ്ട്. അതിൽ റംബുട്ടാൻ 2 വർഷം കൊണ്ട് നമുക്ക് കായുണ്ടായി. ആ കായ് പറിച്ച് തിന്നു. അത് മക്കളൊക്കെ പറിച്ച് തിന്ന് കാണുന്ന ഒരു പ്രത്യേക സന്തോഷമാണ്. അപ്പോൾ സ്വന്തമായിട്ട് നമ്മളൊരു ഫ്രൂട്ട്സ് നട്ടുപിടിപ്പിച്ചിട്ട് അതിൻ്റെ അകത്ത് നിന്ന് പഴങ്ങൾ പറിച്ച് തിന്നുമ്പോൾ കിട്ടുന്ന ഒരു സുഖം നമുക്ക് ഒരു പൈസ കൊടുത്ത് വാങ്ങി കഴിക്കുമ്പോൾ കിട്ടുകയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു തൈ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ തൈ നമ്മൾ ഒരു ബാരലിൽ നടാൻ പോവുകയാണ്. അപ്പോൾ നടാൻ വേണ്ടിയിട്ട് ഒരു ബാരൽ മേടിച്ചിട്ടുണ്ട്. വലിയ ബാരലല്ല, ഒരു ചെറുതാണ് മേടിച്ചിരിക്കുന്നത്. അതായത് ഒരു 250 രൂപ വരുന്ന ഒരു ഓയിലിന്റെ ഒക്കെ പഴയ ഓയിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു ക്യാനാണ് നമ്മൾ മേടിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ബാരലിലാണ് നമ്മൾ ഈ തൈ നടാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് നടുന്നത് എന്നൊക്കെയുള്ളതാണ്. അപ്പോൾ നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിലെ ടെറസിലോ അതുപോലെ തന്നെ മുറ്റത്തൊക്കെ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ ബാരലിലൊക്കെ നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മര്യാദയ്ക്ക് നല്ല രീതിയിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു 3 വർഷം കൊണ്ടൊക്കെ നമുക്ക് കായ ഉണ്ടാവും. അത് പറിച്ച് തിന്നാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ എൻ്റെ ടെറസിൽ മാവുകളും അതുപോലുള്ളതൊക്കെ ബാരലിലൊക്കെ വെച്ച് നട്ടിട്ടുണ്ട്. ചെറിയ ചട്ടികളിലൊക്കെ നട്ടിട്ടുണ്ട്. അപ്പോൾ അത് മാവൊക്കെ കഴിഞ്ഞ വർഷം 1-2 കായ്ച്ചു. അപ്പോൾ അതിൻ്റെ അകത്തുനിന്നൊക്കെ നമുക്ക് ഓരോ മാങ്ങയൊക്കെ പറിച്ച് തിന്നുമ്പോൾ ഒരു സുഖം വാങ്ങി തിന്നുമ്പോൾ എന്തായാലും കിട്ടിയില്ല. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണും കൂടി ഒന്ന് ഓളാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മൾ മേടിച്ച ക്യാന്. 250 രൂപ കൊടുത്തിട്ട് മേടിച്ച ഓയിലിന്റെ ക്യാനാണിത്. അപ്പോൾ ഇതിന്റെ ടോപ്പ് നമ്മൾ ഒരു ആക്സോ ബ്ലേഡ് എടുത്തിട്ട് ഇത് മുറിച്ചെടുത്തിട്ടുണ്ട്. ഈ ടോപ്പ് ഭാഗം കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ചിലപ്പോൾ വാങ്ങുന്നത് ചിലപ്പോൾ എന്തെങ്കിലും കീടനാശിനികളോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ചിലപ്പോൾ ഓയിലിന്റെ എന്തിനാണെങ്കിലും നമ്മൾ നല്ല രീതിയിൽ ഇത് കഴുകിയെടുക്കണം. കഴുകി നല്ല വൃത്തിയാക്കിയിട്ട് എടുക്കുക. കഴുകി കുറച്ച് വെള്ളം ഒഴിച്ചു വെച്ചിട്ട് വേണമെങ്കിൽ 2 ദിവസമൊക്കെ വെച്ചതിന് ശേഷം നല്ലോണം കഴുകിയിട്ട് നമ്മൾ വൃത്തിയാക്കി എടുത്തു. അതിനുശേഷം ഈ ക്യാനിന് ഇങ്ങനത്തെ ക്യാനാണെങ്കിലും അതല്ലെങ്കിൽ വലിയ ബാരലാണെങ്കിലും എങ്ങനെയായാലും നമുക്കതിന് ഇതിന്റെ ഈ ചുവട് വശത്തായിട്ട് നമുക്ക് കുറച്ച് ഹോൾ ഇട്ട് കൊടുക്കണം. വെള്ളം പോകാനുള്ള ഹോള്, ഡ്രെയിനേജ് സംവിധാനം ആക്കണം. എന്നാലും അല്ലെങ്കിൽ വെള്ളം ഇതിൻ്റെ അത് കെട്ടിക്കിടന്നിട്ട് നമ്മുടെ ഏത് ഫ്രൂട്ട്സ് ആയാലും ചെടികളായാലും എന്തായാലും നശിച്ചു പോകും. അപ്പൊ അതുകൊണ്ട് നമുക്കിവിടെ ഹോൾ ഇടാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒന്നെങ്കിൽ ഒരു സ്ക്രൂ ഡ്രൈവറോ ഉരുക്കിയിട്ടോ അതല്ലെങ്കിൽ എന്തെങ്കിലും കമ്പി, ചെറിയ 6 ഇഞ്ചിന്റെ 4 ഇഞ്ചിന്റെ ഒക്കെ കമ്പി നമുക്ക് അടുപ്പിൽ വെച്ച് ഉരുക്കിയിട്ട് ഓരോ ഹോൾ ഇട്ട് കൊടുക്കുക അങ്ങനെ ഇടക്കിടയ്ക്ക്. അപ്പൊ ഞാൻ ഇതിന് സ്ക്രൂ ഡ്രൈവർ ഉരുക്കിയിട്ട് ഈ ഹോൾ ഇടുകയാണ്. അല്ലെങ്കിൽ ഡ്രില്ലിംഗ് മെഷീൻ ഉണ്ടെങ്കിൽ നമുക്ക് ബിറ്റ് വെച്ചിട്ട് ഇതാക്കിയിട്ട് ഹോളാക്കി എടുത്താലും മതി. എങ്ങനെയായാലും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് അതൊന്നും ഇല്ലാത്തവരാണെങ്കിൽ ഇതുപോലെ തന്നെ എന്തെങ്കിലും സ്ക്രൂ ഡ്രൈവറോ അല്ലെങ്കിൽ എന്തെങ്കിലും കമ്പിയൊക്കെ വെച്ചിട്ട് അടുപ്പിൽ വെച്ച് ഉരുക്കിയിട്ട് ഇടക്കിടയ്ക്ക് ഓരോ ഹോൾ ഇട്ട് കൊടുക്കുക. ഇതുപോലെ നമുക്ക് എന്തെങ്കിലും കമ്പിയോ മറ്റെടുത്തിട്ട് അടുപ്പിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചൂടായി കിട്ടും. അപ്പോൾ ഇതുപോലെ ഒരു 5-6 തുളയും ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മുടെ ഈ ക്യാനിന്റെ ഏകദേശം പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ക്യാൻ മേടിച്ചുകൊണ്ട് വന്നിട്ട് ഇതിന്റെ ടോപ്പ് വശം ആക്സോ ബ്ലേഡ് എടുത്ത് മുറിച്ചതിന് ശേഷം ഇത് നല്ലപോലെ കഴുകി ഒരു 2 ദിവസം നല്ലോണം കഴുകി സോപ്പ് പൊടിയൊക്കെ ഇട്ട് നല്ലപോലെ കഴുകി കളഞ്ഞതിന് ശേഷം നമ്മൾ എന്താക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെടുത്ത് ഒരു കമ്പി ഉരുക്കിയെടുത്ത് നമ്മൾ ഇതിന്റെ ചുവട്ടിലൊക്കെ ഹോൾ ഇട്ടിട്ടുണ്ട്. വെള്ളം പോകാനുള്ള ഹോളുകൾ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ അകത്തേക്കുള്ള പോട്ടിംഗ് മിക്സ് തയ്യാറാക്കി എടുക്കാം. പൊടിയിലെ മണ്ണെടുത്തിട്ടുണ്ട്. ഈ മണ്ണ് നമുക്ക് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ എടുത്ത മണ്ണ് കുറച്ച് കുമ്മായം വെതറിയിട്ട് നമ്മൾ ഇന്ന് ട്രീറ്റ് ചെയ്തെടുക്കണം ഒരു 7 ദിവസം. ഇതിന്റെ കൂടെ ഇനിയിപ്പം വേണ്ടത് കുറച്ച് ചകിരിച്ചോറോ അല്ലെങ്കിൽ മണലോ എടുക്കാം. അപ്പൊ ഞാൻ മണലാണ് എടുക്കുന്നത്. ചകിരിച്ചോറുള്ളവരാണെങ്കിൽ ചകിരിച്ചോറ് എടുത്താലും മതി. അപ്പൊ ഞാൻ ചകിരിച്ചോറില്ല കൊണ്ട് മണലാണ് ഇടുന്നത്. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാണകപ്പൊടിയോ ആട്ടും കാഷ്ടോ അങ്ങനെയുള്ള എന്തെങ്കിലും വളമുണ്ടെങ്കിൽ അതല്ലെങ്കിൽ കമ്പോസ്റ്റോ എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ അതുണ്ടെങ്കിൽ നമുക്ക് അതും കൂടി ഇതിൻ്റെ ഉള്ളിൽ ചേർക്കണം. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് ഒരു പാത്രം ചാണകപ്പൊടി എടുക്കുന്നുണ്ട്. ചാണകപ്പൊടി എടുത്തിട്ടുണ്ട്.
ആ ചാണകപ്പൊടി കൂടി ഇതിനകത്തിട്ടു. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേപ്പ് പിണ്ണാക്കാണ്. വേപ്പ് പിണ്ണാക്ക് വളരെ നല്ലതാണ് ഇതിന്. അപ്പോൾ അത് വേപ്പ് പിണ്ണാക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നതാണ്. ഒരു 1/2 കിലോളം പിന്നെ എല്ലുപൊടിയും കൂടി ഇടുന്നുണ്ട് ഇതിനകത്ത്. മൊത്തത്തിലൊന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ പോട്ടി മിക്സ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മൾ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ചരല് പോലത്തെ മണലും ചരലൊക്കെ കൂടി ഒരു സാധനം ഇതിന്റെ അടിയിലേക്ക് നിരത്തി ഇട്ടിട്ടുണ്ട്. എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് കോളൊന്നും അടഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മണലും കല്ലൊക്കെ ഇട്ടിട്ടുള്ള ചരല് പോലത്തെ നമ്മൾ ഈ റോഡിലൊക്കെ കിട്ടുന്ന ചരല് പോലത്തെ ഇല്ലേ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എടുത്തിട്ട് ഇതുപോലെ അങ്ങനെ ആക്കി കൊടുത്താൽ മതി. ഈ പോട്ടി മിക്സ് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ആദ്യം ഒരു ലെയർ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇതാണ് നമ്മുടെ ലോഗന്റെ തൈ. അപ്പൊ നമ്മള് ഇത് അതിന്റെ കവറൊക്കെ ഒന്ന് അഴിച്ചു മാറ്റുകയാണ്. കവർ സാവകാശം അഴിച്ചു മാറ്റുകയാണ്. മാറ്റിയിട്ടുണ്ട്. ഏകദേശം ഇത്ര മണ്ണിട്ടിട്ട് അതിന്റെ മുകളിൽ ഇങ്ങനെ വെച്ചു കൊടുത്തു. നമുക്കിതാ ഈ ഒരു ഇതിൽ മതി, മണ്ണ് അധികം ഇടണ്ട. ഈ ഒരു ഇതിൽ നമ്മൾ പോട്ടി മിക്സ് തയ്യാറാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ഒരു ഈ സർവീസ് വയറിന്റെ ഒക്കെ ഉള്ളിലുള്ള പോലത്തെ കമ്പി, അലുമിനിയത്തിന്റെ കമ്പി വരുന്ന പോലത്തെ വയറുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് വളച്ച് വെച്ചിട്ട് നമുക്കൊന്ന് ചുറ്റി ഇങ്ങനെ ഒന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് വളഞ്ഞ് താഴേക്ക് നിൽക്കുന്ന പോലെ എന്നുണ്ടെങ്കിൽ നമുക്കിത് അധികം ഉയരത്തിലേക്ക് പോകുന്നതും ഒഴിവാക്കാൻ പറ്റും. ഇങ്ങനെ പരന്ന രീതിയിൽ വരികയും ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ഈ ഇതിന്റെ നടുഭാഗത്തേക്ക് നല്ല സൂര്യപ്രകാശം കിട്ടുകയും ചെയ്യും. അപ്പം നമുക്കൊരു ചെടിക്ക് അതിന്റെ ആ കടഭാഗത്തേക്ക് അതിന്റെ സെന്റർ നമ്മളെ മെയിൻ മരം ഉണ്ടല്ലോ, ആ മരത്തിലേക്ക് നമുക്ക് എപ്പോഴും സൂര്യപ്രകാശം കിട്ടുന്നത് ചെടികൾക്കെല്ലാം പിന്നെ ഫ്രൂട്ട്സിനായാലും എന്തിനായാലും അതൊരു നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ 2 കാര്യം ഇതുകൊണ്ട് നടക്കും. അതുകൊണ്ട് ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ അത് നല്ലതാണ്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്, ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു.